നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. Galaxy made of ABS material. ചാലക്കുന്നിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ലോറിയുടെ ഡീസൽ ടാങ്ക് തകർന്നു. ഡീസൽ റോഡിലൊഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുന്നിലെ ഇറക്കവും വളവും വാഹനങ്ങൾക്ക് അപകടക്കണിയാവുന്നു. ഒരാഴ്ചക്കിടെ ഇവിടെയുണ്ടായത് 4 അപകടങ്ങൾ. സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്ത 3 സർക്കാർ അധ്യാപകരെ വിജിലൻസ് പിടികൂടി. അധ്യാപകർ വലയിലായത് കൂത്തുപറമ്പ് സയൻസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്നതിനിടെ. വിജിലൻസ് റെയ്ഡ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന്. പഴയങ്ങാടി മാട്ടൂലിൽ SDPI ലീഗ് സംഘർഷം. ലീഗിന്റെ ഓഫീസ് തകർത്തു. 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDFന് 12 മുതൽ 16 വരെ സീറ്റ് ലഭിക്കുമെന്ന് CMP അരവിന്ദാക്ഷൻ വിഭാഗം. കണ്ണൂരിൽ സുധാകരൻ പരാജയപ്പെടും. സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചടക്കുന്ന CP ജോണിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമെന്നും KR അരവിന്ദാക്ഷൻ. ജില്ലയിലെ ബസ് തൊഴിലാളികൾ മെയ് 3 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സമരം, ബോണസും DA കുടിശ്ശികയും ആവശ്യപ്പെട്ട് അനുരഞ്ജന ചർച്ചകളിൽ പോലും പങ്കെടുക്കാത്ത ബസ് ഉടമകളുടെ നിലപാട് ധിക്കാരപരം. ഉടമകൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ അധിക്ഷേപിച്ചതായും സംയുക്ത സമരസമിതി. വാർത്തകൾ വിശദമായി. ചാലക്കുന്നിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ലോറിയുടെ ഡീസൽ ടാങ്ക് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങളിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. കുത്തനെയുള്ള ഇറക്കവും വളവും കാരണം ഇവിടെ അപകടങ്ങൾ പതിവാകുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരാഴ്ചക്കിടെ 4 അപകടമാണ് ഇവിടെ ഉണ്ടായത്. ചാലക്കുന്നിറക്കത്തിലാണ് ഉച്ചയ്ക്ക് 2:30 അപകടം നടന്നത്. കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ചരക്ക് ലോറിയിൽ കണ്ണൂർ പറശ്ശിനിക്കടവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഡീസൽ ടാങ്ക് തകരുകയും ഡീസൽ ചോരുകയും ചെയ്തു. ഇതോടെ കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ഗതാഗതം നിലച്ചു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് റോഡിൽ നിന്ന് ഡീസൽ ഒഴുക്കിക്കളഞ്ഞതിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. റോഡിൽ അപകടം പതിവാകുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ശ്രദ്ധയില്ലായ്മയാണ്, വളവാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണല. അങ്ങനെ ഇങ്ങോട്ട് വരുന്ന വണ്ടിയും ഇങ്ങനെ അങ്ങോട്ട് വരുന്ന വണ്ടിയും ശ്രദ്ധിക്കുമ്പോൾ കാണുന്നില്ലല്ലോ. അങ്ങോട്ട് തമ്മാമല്ല. ശരിയാ, ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിരത്തുള്ളതല്ലേ ഉള്ളൂ. ടോപ്പിൽ കാണുന്നില്ലല്ലോ ക്ലിയർ ആയിട്ട്. അങ്ങനെ അങ്ങോട്ടുള്ളതോ ഇങ്ങോട്ടുള്ളതോ ഒന്നും ശ്രദ്ധിക്കാൻ കാണുന്നില്ല. അതുകൊണ്ടാ കാര്യം. കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടമുണ്ടാകാൻ കാരണം. വർഷങ്ങൾക്ക് മുമ്പേ PWD സ്ഥലമേറ്റെടുക്കുകയും 4 വരി പാതയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. വളവ് നിവർത്തിയാൽ മാത്രമേ ചാലക്കുന്നിലെ അപകടം ഒഴിവാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 16 വർഷം മുമ്പ് തുടങ്ങിയ നാഷണൽ ഹൈവേയുടെ 4 വരി പാത എന്ന് പറഞ്ഞിട്ട് കുറ്റിയടിച്ച് വെച്ചിട്ട് എന്ന് പറയേണ്ട നായിട്ട് പുല്ല് ഒന്നുമില്ല, പശുവിനിട്ട് തുന്നിക്കുമില്ല എന്ന് പറഞ്ഞ പോലെ ആൾക്കാർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ആ സ്ഥിതിയിലാണ് ഈ റോഡുള്ളത്. എയർപോർട്ടിന് വേണ്ടിയിട്ട് മുറവിളി കിട്ടുന്നുണ്ട്. ഇപ്പം ബാറും കള്ള് ഷാപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് മുറവിളി കിട്ടുന്നുണ്ട്. 4 വരി പാതയാക്കിയിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾക്കും ജനങ്ങൾക്കും സൗകര്യപ്രദമായി പോകേണ്ട രീതിയിലേക്കുള്ള ഒരു പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വിരൽ പോലും നടക്കുന്നില്ല. ഒരാഴ്ചക്കിടെ 4 അപകടമാണ് ഇവിടെ ഉണ്ടായത്. പരിക്കേറ്റ 2 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണം. പരിക്ക് സാരമുള്ളതല്ല. സ്വകാര്യ സ്ഥാപനമായ കൂത്തുപറമ്പ് സയൻസ് അക്കാദമിയിൽ വിജിലൻസ് റെയ്ഡ്. 3 സർക്കാർ അധ്യാപകരെ പിടികൂടി. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രേംജിത്ത്, മയ്യിൽ ഇടൂഴി നമ്പൂതിരി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉന്മേഷ്, മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സമർ എന്നിവരെയാണ് കണ്ണൂർ വിജിലൻസ് DYSP അറസ്റ്റ് ചെയ്തത്. സർക്കാർ അധ്യാപകർ അനധികൃതമായി സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു എന്ന സ്വകാര്യ വ്യക്തിയുടെ പരാതിയിന്മേലാണ് നടപടി. കൂത്തുപറമ്പ് സ്വദേശി ഡിബിനാണ് പരാതി നൽകിയത്. പഴയങ്ങാടി മാട്ടൂലിൽ SDPI ലീഗ് സംഘർഷം. ലീഗിന്റെ ഓഫീസ് തകർത്തു. 4 SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ലീഗ് ഓഫീസിന് നേരെ ആക്രമണം നടന്നത്. മാട്ടൂൽ തങ്ങൾ പള്ളിക്ക് സമീപമുള്ള ലീഗ് ഓഫീസിന് നേരെയാണ് ആക്രമണം നടന്നത്. കടയുടെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പൂർണ്ണമായും അടിച്ചു തകർത്തു. ഓഫീസിലെ TV, ഫർണിച്ചറുകൾ എന്നിവയും തകർത്തു. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. SDPI പ്രവർത്തകരായ നാദിർ, അബ്ദുള്ള, സുഹൈൽ, റഷീദ് എന്നിവരാണ് അറസ്റ്റിലായത്.
പയ്യന്നൂർ ഏഴിലോട് ചിട്ടിയുടമ ലക്ഷങ്ങളുമായി മുങ്ങിയതായി പരാതി. ശ്രീ തിരുമനം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ചിട്ടി കമ്പനിക്കെതിരെയാണ് 100ഓളം പേർ പരാതി നൽകിയിരിക്കുന്നത്. ഏഴിലോടുള്ള ചിട്ടി സ്ഥാപനം ആഴ്ചകളായി അടഞ്ഞുകിടക്കുകയാണ്. ഏഴിലോട് ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ശ്രീ തിരുമനം ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനും നടത്തിപ്പുകാരനുമെതിരെയാണ് പരിയാരം പോലീസിൽ പരാതികൾ ലഭിച്ചിരിക്കുന്നത്. തായ്നേരി, മുട്ടം, വെങ്ങര, ഏഴിലോട്, പിലാത്തറ, തളിപ്പറമ്പ് എന്നീ പ്രദേശത്തുള്ള നൂറുകണക്കിന് ആളുകളാണ് വഞ്ചിതരായത്. ചിട്ടിയുടമ എറണാകുളം പറവൂർ സ്വദേശി MR രാജേഷ് നിയമിച്ച ഫീൽഡ് ഓഫീസർക്ക് കീഴിൽ 25ഓളം കളക്ഷൻ ഏജന്റുമാരാണ് പണം പിരിച്ചിരുന്നത്. കഴിഞ്ഞ 3 മാസമായി ശമ്പളം കിട്ടാത്തവരാണ് ഇവരിൽ ഏറെയും. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 24,000ഓളം പേരാണ് ചിട്ടിയിൽ പണമടച്ചിരിക്കുന്നത്. പല കുറികളും അവസാനിക്കാൻ 5ഉം 6ഉം തവണകൾ മാത്രമുള്ളപ്പോഴാണ് കഴിഞ്ഞ 12-ാം തീയതി ചിട്ടിയുടമ നാട്ടിലേക്ക് പോയത്. അതിനുശേഷം ഏഴിലോട്ടെ ഓഫീസ് തുറന്നിട്ടില്ല. കോഴിക്കോട്, അഴിയൂർ, കണ്ണൂർ, ചിറക്കൽ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബോർഡിൽ ഹെഡ് ഓഫീസായി എഴുതിയിരിക്കുന്നത് ഏഴിലോടാണ്. മറ്റ് സ്ഥാപനങ്ങളിലെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ജയിലിൽ കഴിയുന്ന തടിയന്നവിട നസീറിനെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി. ജയിലിൽ കഴിയവെ മറ്റൊരു തീവ്രവാദിക്ക് നൽകാൻ കത്ത് കൊടുത്തുവിട്ട കേസുമായി ബന്ധപ്പെട്ടാണ് നസീറിനെ കോടതിയിൽ ഹാജരാക്കിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവെ സിറ്റി സ്വദേശിയായ നസീർ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന സർഫറാസിന് നൽകാനായി മറ്റൊരു പ്രതിയായ TH റിയാസിന്റെ കയ്യിൽ കത്ത് കൊടുത്തുവിടുകയും ഇത് ജയിൽ അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് നസീറിനെ ഇന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CMPയുടെ അവലോകന പ്രകാരം LDFന് 12 മുതൽ 16 വരെ സീറ്റ് ലഭിക്കുമെന്ന് KR അരവിന്ദാക്ഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂരിൽ സുധാകരന്റെ തോൽവി ഉറപ്പാണ്. CMPയുടെ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന CP ജോണിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്നും KR അരവിന്ദാക്ഷൻ പറഞ്ഞു. കേരളത്തിൽ കണ്ണൂർ ഉൾപ്പെടെ 12 മുതൽ 16 വരെ സീറ്റ് LDFന് ലഭിക്കും. തന്റെ ഭരണത്തിന്റെ പ്രതിഫലനം കൂടിയാവും കേരള തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഫലപ്രഖ്യാപനത്തിന് ശേഷം രാജിവെക്കേണ്ടി വരുമെന്ന് KR അരവിന്ദാക്ഷൻ പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞത് എന്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ ഒരു വിലയിരുത്തലായിരിക്കും, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറയുകയുണ്ടായി. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ ട്രഷറി പൂട്ടിയത്, കെടുകാര്യസ്ഥത, അഴിമതി, ഇതെല്ലാമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി വാക്ക് പാലിക്കുമോ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്നതിന് മുമ്പ് അദ്ദേഹം പറയണം. തോൽവി ഉറപ്പായതിനാലാണ് K. സുധാകരൻ കള്ളവോട്ട് പ്രചാരണവുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ തവണ സുധാകരൻ കള്ളവോട്ട് ചെയ്യാൻ സഹായമൊരുക്കിയത് NDF പ്രവർത്തകരായിരുന്നു. ഇത്തവണ SDPക്ക് സ്ഥാനാർത്ഥി ഉള്ളതിനാൽ കള്ളവോട്ടിന് സഹായം കുറവായിരുന്നുവെന്നും KR അരവിന്ദാക്ഷൻ പറഞ്ഞു. പരാജയം ആയി എന്ന് ബോധ്യമായപ്പോൾ സുധാകരനും അതുപോലുള്ള ആളുകളും കള്ളവോട്ടിനെ കുറിച്ചുള്ള കഥ പറഞ്ഞു നടക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കള്ളവോട്ട് ചെയ്യാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. NDF അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും കാവലായിട്ടും അതുപോലെ വോട്ട് ചെയ്യാനും കള്ളവോട്ട് ചെയ്യാനുള്ള സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. പക്ഷെ ഇത്തവണ SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുകയും അപ്പോൾ ആ സാഹചര്യം നഷ്ടപ്പെടുകയും ചെയ്തു. CMPയുടെ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന CP ജോണിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്നും KR അരവിന്ദാക്ഷൻ കണ്ണൂരിൽ പറഞ്ഞു. വൈദ്യുതി ഇല്ലാത്തതിനാൽ കണ്ണൂർ RT ഓഫീസ് പ്രവർത്തനം താറുമാറായി. മാസാവസാന ദിവസം നികുതി അടക്കാനാവാതെ ഉപഭോക്താക്കൾ കുഴങ്ങി. രാവിലെ ഓഫീസിലെത്തിയവർ വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ടും പലർക്കും നികുതി അടക്കാനായില്ല. ഓഫീസിലെ ജനറേറ്റർ പ്രവർത്തിക്കാത്തതാണ് ഉപഭോക്താക്കൾക്ക് വിനയായത്. കണ്ണൂർ RT ഓഫീസിൽ ഞങ്ങൾ എത്തുമ്പോൾ വൈകിട്ട് 5 മണി. മാസാവസാന ദിവസം നികുതി അടക്കാൻ വാഹന ഉടമകളും മറ്റും കാത്തുകെട്ടി നിൽക്കുന്നു. വൈദ്യുതി ഇല്ലാത്തതിനാൽ രാവിലെ മുതൽ RT ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു. ഉപഭോക്താക്കൾ പ്രതിഷേധിച്ചപ്പോൾ ഇത്തിരി നേരം കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിച്ചു. പിന്നെ അതും പണിമുടക്കി. ഇതോടെ നികുതി നൽകാനെത്തിയവർ ദുരിതത്തിലായി. മാസാവസാന ദിവസം ജനറേറ്റർ പ്രവർത്തിപ്പിച്ചെങ്കിലും നികുതി ശേഖരിക്കണമായിരുന്നു. എന്നാൽ ഉണ്ടായിരുന്ന ജനറേറ്ററും പണിമുടക്കി എന്നാണ് അധികൃതർ അറിയിച്ചത്. ഇതോടെ രാവിലെ മുതൽ എത്തിയവർ RT ഓഫീസ് വരാന്തിയിൽ കാത്തുകെട്ടിക്കിടന്നു. മാസാവസാനമായതിനാൽ അടുത്ത ദിവസം നികുതി ഒടുക്കുമ്പോൾ 10% പിഴ നൽകേണ്ടതായും വരും. തങ്ങളുടേതല്ലാത്ത തെറ്റിന് ഉപഭോക്താക്കൾ പിഴ നൽകേണ്ടെന്ന ഗതികേട്. ചരക്ക് കയറ്റി നിൽക്കുന്ന ഗുഡ്സുകളെല്ലാം ഇന്ന് ടാക്സ് അടച്ചിട്ട് നാളെ പോകാൻ വിചാരിച്ച് നിൽക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ട്രിപ്പ് പോകാൻ കഴിയാത്ത സ്ഥിതിയും, പിന്നെ ആളുകളെ ബുക്ക് ചെയ്ത് ലോഡ് കയറ്റി വെച്ചിരിക്കുന്ന വാഹനങ്ങളൊക്കെ പോകാൻ കഴിയാത്ത മീൻ കയറ്റുന്ന വാഹനങ്ങളടക്കം പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അത്രയും ഇതാണ്. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ടാക്സ് നികുതി ഇനത്തിൽ വരവ് വരുന്ന ഒരു സ്ഥാപനത്തെ, ഒരു സർക്കാർ
ഉടമസ്ഥയുള്ള സ്ഥാപനത്തിൽ ഒരു ജനറേറ്റർ പോലും വർക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. ചരക്ക് വണ്ടികളുടെ നികുതി അടക്കാനാവാത്തതിനാൽ പല വണ്ടികളും കണ്ണൂരിൽ തന്നെ കുടുങ്ങി. തൊട്ടടുത്ത ദിവസമാകട്ടെ അവധി ദിനവും. ഇതോടെ ഉപഭോക്താക്കൾ ഇനി 10% നികുതി കൂടുതൽ അടക്കണമെങ്കിലും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. Galaxy made of ABS material. ചാലക്കുന്നിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ലോറിയുടെ ഡീസൽ ടാങ്ക് തകർന്നു. ഡീസൽ റോഡിലൊഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുന്നിലെ ഇറക്കവും വളവും വാഹനങ്ങൾക്ക് അപകടക്കണിയാവുന്നു. ഒരാഴ്ചക്കിടെ ഇവിടെയുണ്ടായത് 4 അപകടങ്ങൾ. സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്ത 3 സർക്കാർ അധ്യാപകരെ വിജിലൻസ് പിടികൂടി. അധ്യാപകർ വലയിലായത് കൂത്തുപറമ്പ് സയൻസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്നതിനിടെ. വിജിലൻസ് റെയ്ഡ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന്. പഴയങ്ങാടി മാട്ടൂലിൽ SDPI ലീഗ് സംഘർഷം. ലീഗിന്റെ ഓഫീസ് തകർത്തു. 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDFന് 12 മുതൽ 16 വരെ സീറ്റ് ലഭിക്കുമെന്ന് CMP അരവിന്ദാക്ഷൻ വിഭാഗം. കണ്ണൂരിൽ സുധാകരൻ പരാജയപ്പെടും. സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചടക്കുന്ന CP ജോണിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമെന്നും KR അരവിന്ദാക്ഷൻ. ജില്ലയിലെ ബസ് തൊഴിലാളികൾ മെയ് 3 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സമരം ബോണസും DA കുടിശ്ശികയും ആവശ്യപ്പെട്ട് അനുരഞ്ജന ചർച്ചകളിൽ പോലും പങ്കെടുക്കാത്ത ബസ് ഉടമകളുടെ നിലപാട് ധിക്കാരപരം. ഉടമകൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ അധിക്ഷേപിച്ചതായും സംയുക്ത സമരസമിതി. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അവരും നിങ്ങളെ ക്യാൻവാസ് ചെയ്യുന്നു. ഭീമ നിങ്ങളുടെ വിശ്വാസം കാക്കുന്നു. Bhima Gold, Pure Gold, Diamonds and Platinum. Saga Uncut Diamond Jewelry from Lulu Gold. Koili Heart Center, Koili Hospital, Kannur. Bobby Cheminor International Groups, Bobby and Maradona, Gold, Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. മാറ്റത്തിന്റെ മറ്റൊരു നാമം മെട്രോ ഷൂസ് ആൻഡ് ബാഗ്സ്, രാമൻ ഷോപ്പിംഗ് മാൾ, ബാങ്ക് റോഡ്, കണ്ണൂർ. ഹൈവേ തളിപ്പറമ്പ്, മെയിൻ റോഡ് ABC Emporio, Tana, Kannur. A unit of ABC Sales Corporation. Lil Kids International Grade Preschool near Payyambalam Beach, Mullangandi Palam, Kannur. Galaxy made of ABS material. Kalyan Silks 1 crore wedding celebration. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. Kalyan Silks. ഗോദ്രേജ് കിച്ചൺ കണ്ണൂരിലെ ഇൻകോർ ഫർണിച്ചറിൽ മാത്രം. ഇൻകോർ ഫർണിച്ചർ, പള്ളിക്കുന്ന്, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായ ഒരു ഷോറൂം, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജയസ് പോൾ കോർണർ, കണ്ണൂർ. ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി സെന്റർ ഫോർ ചിൽഡ്രൻ, റെസ്ലോക്ക് ന്യൂറോ ഡെവലപ്മെന്റ് തെറാപ്പി സെന്റർ, റെസ്ലോക്ക് ഹോസ്പിറ്റൽ, താവക്കര, കണ്ണൂർ. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി, കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ. ഡിസൈൻ ദ ലേഡീസ് ആൻഡ് കിഡ്സ് സ്റ്റോർ, ഡിസൈൻ സ്ക്വയർ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. ഫോൺ 04972700917. ന്യൂ ബ്യൂട്ടി പാലസ്, വൺ ടച്ച് ബ്യൂട്ടി സൊല്യൂഷൻ, നിയർ മൊയ്തീൻ പള്ളി, ബെല്ലാർ റോഡ്, കണ്ണൂർ. 65 വർഷത്തെ സേവന പാരമ്പര്യവുമായി അംബിക ജ്വല്ലറീസ്, ബാങ്ക് റോഡ്, കണ്ണൂർ. Lulu Sarees, Tavakkara Road, Kannur. AVK Nair Road, Talassery. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ജില്ലയിലെ ബസ് തൊഴിലാളികൾ മെയ് 3 മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമെന്ന് സ്വകാര്യ ബസ് തൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. വിഷുക്കാലത്തെ ബോണസും DA കുടിശ്ശികയും നൽകണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. വിഷു ആഘോഷവും പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തങ്ങൾ അന്ന് സമരത്തിനിറങ്ങാതിരുന്നത്. ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ ജില്ലാ ലേബർ ഓഫീസർ 3 തവണയും ജോയിന്റ് ലേബർ കമ്മീഷണർ 1 തവണയും വിളിച്ചു ചേർത്ത യോഗത്തിൽ ബസ് ഉടമകൾ പങ്കെടുത്തിട്ടില്ല. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത 5ാമത്തെ യോഗത്തിൽ ഉടമകൾ പങ്കെടുത്തെങ്കിലും യൂണിയൻ നേതാക്കളെയും തൊഴിലാളികളെയും അധിക്ഷേപിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു പോക്കാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്കത്തെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിട്ട് ഈ പണിമുടക്കത്തിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കും. ആ പണിമുടക്കത്തെ ജയിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളടക്ക് പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർക്കറിയാം. ഈ വിഷുക്കാലത്ത് ബോണസ് തരാത്ത സ്ഥിതി, കഴിഞ്ഞ മാർച്ച് 1 മുതൽ കിട്ടേണ്ടത് DA തരാത്തതിലുള്ള പ്രതിഷേധം, ഇതൊക്കെ തൊഴിലാളികളിലുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പണിമുടക്കം വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്.
കണ്ണൂർ നഗരസഭാ യോഗത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറിയ സംഭവം അറസ്റ്റിലായ 8 പേരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചതിനും വധഭീഷണി മുഴക്കിയതിനും കേസെടുത്തിട്ടുണ്ട്. റോഡുകളുടെ ശോച്യാവസ്ഥയും പൊടിശല്യവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ കൌൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറിയത്. കണ്ണൂർ നഗരസഭാ യോഗം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പ്രശാന്തൻ, എസ്എഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി അഖിൽ, കെ ഷഹറാസ്, എ പി അൻവീർ, എം ശ്രീരാമൻ, കെ വി പ്രജീഷ്, എ വി റോഷിൻ, അമൽ അച്യുതൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കൂടാതെ പൊതുമുതൽ നശിപ്പിച്ചതിനും നഗരസഭാ കൌൺസിലറായ ടി സി താഹയ്ക്ക് നേരെ വധഭീഷണി മുഴക്കിയതിനും കൌൺസിലർമാരെ അസഭ്യം പറഞ്ഞതിനും 25ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒ കെ ബിനീഷ് അടക്കം കേസിൽ പ്രതിയായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. സമരത്തിനിടയിൽ ഉന്തിനും തള്ളിലും പെട്ട ഒ കെ ബിനീഷിന്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒളിക്യാമറ വിവാദം പി രാമകൃഷ്ണന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പട്ടാന്നൂരിലെ PC ജിബിനെതിരെയാണ് കേസ്. ഒളിക്യാമറ ഉപയോഗിച്ച് ജിബിൻ പകർത്തിയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടർ ചാനലിനും വാർത്ത നൽകിയ ദേശാഭിമാനി പത്രത്തിനും മാനനഷ്ടത്തിന് പി രാമകൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. KPCC ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ പട്ടാന്നൂർ കൊടോളിപ്പുറത്തെ സ്വാതി ഹൌസിൽ PC ജിബിനെതിരെയാണ് ടൗൺ പോലീസ് കേസെടുത്തത്. ഓൺലൈൻ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നതെന്നും പറഞ്ഞെത്തിയ ജിബിൻ ഒളിക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ടർ ചാനലിന് നൽകി വഞ്ചിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ജിബിന്റെ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടർ ചാനൽ MD, കണ്ണൂർ ബ്യൂറോ കറസ്പോണ്ടന്റ്, ഇത് സംബന്ധിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിയുടെ മാനേജർ, ചീഫ് എഡിറ്റർ, ലേഖകൻ എന്നിവർക്കെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് EP ഹംസകുട്ടി മുഖേന വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. കെ സുധാകരൻ MPക്കെതിരെയുള്ള ആരോപണങ്ങളാണ് പി രാമകൃഷ്ണൻ പറഞ്ഞതെന്ന രീതിയിൽ ഒളിക്യാമറയിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. ശ്രീകണ്ഠാപുരം പടിയൂരിൽ നിർമ്മാണം നടക്കുന്ന വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വീട്ടമ്മ മരിച്ചു. കൊമ്പൻപാറയിലെ ലീലാമയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന വാർപ്പ് നനക്കുന്നതിനിടെ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ടെറസിന് മുകളിൽ നിന്നും വീണ് പടിയൂർ കൊമ്പൻപാറയിലെ കൊന്നക്കാട്ട് വിൽസന്റെ ഭാര്യ ലീലാമ്മയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6ഓടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം വാർപ്പ് നടന്ന വീടിന്റെ ടെറസിന് മുകളിൽ വെള്ളമൊഴിക്കാൻ കയറിയതായിരുന്നു ലീലാമ്മ. ഇതിനിടെ കാൽതെറ്റി താഴെ വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ ലീലാമ്മയെ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചൂട് കൂടിയതോടെ തണ്ണിമത്തൻ വ്യാപാരവും സജീവമായി. എന്നാൽ മുറിച്ചുവെച്ച വത്തക്കയിൽ കൂട്ടത്തോടെ തേനീച്ചകൾ എത്തുന്നത് കച്ചവടക്കാർക്ക് തിരിച്ചടിയാവുന്നു. മായം കലരാത്തതിനാലാണ് തേനീച്ചകൾ വത്തക്ക മധുരം നുണയാൻ എത്തുന്നത് എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ചൂടുകൂടിയതോടെ കണ്ണൂർ നഗരത്തിലെ തണ്ണിമത്തൻ വ്യാപാരവും കുത്തനെ ഉയർന്നിരുന്നു. 1 ഗ്ലാസ് വത്തക്ക ജ്യൂസിന് 10 രൂപയും 1 കഷ്ണം വത്തക്കയ്ക്ക് 7 രൂപയുമാണ് ഈടാക്കുന്നത്. ദിവസം 30 മുതൽ 40 വരെ വത്തക്ക വിറ്റുപോകുമായിരുന്നിടത്ത് ഇപ്പോൾ ഭീഷണിയായിരിക്കുന്നത് മുഴുത്ത തേനീച്ചകളാണ്. മുറിച്ച തണ്ണിമത്തനുമേൽ കൂട്ടമായെത്തുന്ന തേനീച്ചകളെ കണ്ട് ആളുകൾ തണ്ണിമത്തൻ വാങ്ങാതെ പോകുന്നതിനാൽ വൻ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. കൂടുതൽ ആള് ഇപ്പം ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് വരുന്നില്ല, ജനങ്ങൾ വരുന്നില്ല. കച്ചവടം തീരെ ഇല്ല. ഇനിയിപ്പോ മൂടി വെച്ചിട്ട് പോകാനാവുന്നു. അത് കാരണം ഇപ്പൊ കച്ചവടം ഇല്ല, മുറിച്ചു വെക്കാൻ പറ്റുന്നില്ല. കൈക്കെല്ലാം കുത്തുന്നു. ഇപ്പൊ മുറിച്ചു വെക്കാനാകുന്നില്ല, ആള് തിന്നുന്നില്ല. ഇത് കണ്ടിട്ട് മടിച്ചിട്ടാ. കർണാടകയിലെ മൈസൂർ ആങ്കോളയിൽ നിന്നാണ് തണ്ണിമത്തൻ കണ്ണൂരിലെത്തുന്നത്. പതിവിന് വിപരീതമായി നല്ല മധുരവും നിറവുമുള്ള തണ്ണിമത്തനാണ് ഇത്തവണ എത്തിയത്. മായം കലരാത്ത മധുരവും നിറവും ആയതിനാലാണ് തേനീച്ചകൾ കൂട്ടം കൂട്ടമായി എത്തുന്നത്. മറ്റ് പഴവർഗ്ഗങ്ങളിൽ ഇപ്പോൾ ഈച്ചകൾ വന്നിരിക്കാത്തത് രാസവസ്തുക്കൾ പുരട്ടിയതും കൃത്രിമമായി പഴുപ്പിച്ചതിനാലുമാണ്. റോഡരികിൽ മുറിച്ചു വിൽക്കുന്ന മധുരമത്തൻ കലർപ്പില്ലാത്തതാണെന്നതിന്റെ തെളിവാണ് തേനീച്ചകളുടെ സാമീപ്യം. എന്നാൽ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. ആരെയും ഉപദ്രവിക്കാത്ത തേനീച്ചകൾ നഗരത്തിലെ മിക്ക വത്തക്ക വിൽപ്പനക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ കൂട്ടമായി ഇറങ്ങിയിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് 4ാം ഘട്ട വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കുമെന്ന് ചെയർമാൻ MV ജയരാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൃദയാരോഗ്യ സംരക്ഷണ സന്ദേശമുയർത്തി നിർമ്മിച്ച കൂറ്റൻ ഹൃദയശില്പത്തിന്റെ ഉദ്ഘാടനം മന്ത്രി KC ജോസഫ് നിർവഹിക്കും. 30 അടി ഉയരത്തിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഹൃദ്രോഗികൾക്കായുള്ള പുതിയ വാർഡ് TV രാജേഷ് MLAയും പുതിയ എക്സ്റേ യൂണിറ്റ് ജെയിംസ് മാത്യു MLAയും ഉദ്ഘാടനം ചെയ്യും. ബോബി ചെമ്മണ്ണൂർ, KK മാരാർ, TK ഗോവിന്ദൻ മാസ്റ്റർ, T സുലജ തുടങ്ങിയവർ പങ്കെടുക്കും. ജനറൽ വാർഡാണ് വേണ്ടത് എന്നതുകൊണ്ട് 33 രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന സൗകര്യമുള്ള ഒരു ജനറൽ വാർഡ് 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം മറ്റൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് എക്സ്റേ യൂണിറ്റിൽ പുതുതായി ഏർപ്പെടുത്തിയ
എക്സ്റേ മെഷീനും അതുപോലെ തന്നെ സോണോഗ്രാഫി സംവിധാനവുമാണ്. ഈ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി മാത്രം 21.5 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല കീഴിൽ കാസർഗോഡ് ദേവലോകത്തും മട്ടന്നൂരിലും 2 സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങും. പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങരുതെന്ന UGC ഉത്തരവ് നിലനിൽക്കവെയാണ് കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുമതി നൽകിയത്. കാസർഗോഡ് ദേവലോകത്തും കണ്ണൂരിലെ മട്ടന്നൂരിലും എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിക്കാൻ സർവകലാശാലയെ സമീപിച്ചിരുന്നു. UGCയുടെ ഉത്തരവുള്ളതിനാൽ പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായി. എന്നാൽ UGC ഉത്തരവ് വരുന്നതിന് മുമ്പ് കോളേജ് മാനേജ്മെന്റ് വേണ്ട നടപടികൾ പൂർത്തിയാക്കാതിരുന്നതിനാൽ UGC ഉത്തരവ് തടസ്സമാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് അനുമതി നൽകിയത്. പയ്യന്നൂരിലും ചൊക്ലിയിലും തുടങ്ങുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അടുത്ത അധ്യയന വർഷം ക്ലാസുകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ജില്ലാ ലൈബ്രറി കൌൺസിലും DTPCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കുന്ന പുസ്തകോത്സവം ജില്ലാ കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും KK ശൈലജ നിർവഹിച്ചു. വിശ്വസിക്കാനാവുന്ന ഏറ്റവും നല്ല കൂട്ടുകാരൻ പുസ്തകം തന്നെയാണെന്ന് കാലം ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ P. ബാലകിരൺ പറഞ്ഞു. സാധാരണ എല്ലാവരും പറയാറുണ്ട് ബുക്ക് ഈസ് എ ഫ്രണ്ട്. ശരിക്കും ഒരു ഫ്രണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ബുക്ക്, ഒരു പുസ്തകം എല്ലാവർക്കും ഒരു സ്നേഹിതന്മായ ഒരു സുഹൃത്തായിട്ടാണ് എല്ലാവരും നമ്മൾ കണക്കിലെടുക്കുന്നത്. ഏറ്റവും ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ആ ചേത്തിലെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് നമ്മളോടൊപ്പം ഒരു ജീവിതത്തിൽ മാറ്റുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടാൻ ഏറ്റവും നല്ല ആയുധം അക്ഷരങ്ങൾ തന്നെയാണ്. തോക്കിന് പകരം കയ്യിലൊരു പുസ്തകമാണ് കരുതി വെക്കേണ്ടതെന്ന് KK ശൈലജ പറഞ്ഞു. ധാരാളം പുസ്തകങ്ങൾ വാങ്ങുക എന്നതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. പുസ്തകങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും വേണം. പുസ്തകങ്ങളിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം. പുസ്തകങ്ങൾ സമൂഹത്തിനകത്ത് ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കണം. സമൂഹത്തിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള വലിയ ആവേശമായിട്ട് പുസ്തകങ്ങൾക്ക് മാറാൻ സാധിക്കണം. അത് കഴിയണമെങ്കിൽ പുസ്തക പ്രകാശനം നടത്തുന്നതോടൊപ്പം, പുസ്തകങ്ങൾ എഴുതുന്നതോടൊപ്പം, പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം പുസ്തകങ്ങളിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലും ആവശ്യമാണ്. GV ജൂമറിന്റെ ലാറ്റിൻ അമേരിക്കൻ ജനകീയ ചരിത്രം, അധിനിവേശവും പ്രതിരോധവും, പയ്യന്നൂർ കുഞ്ഞിരാമന്റെ പാർട്ടി പിറന്ന വഴിയിൽ, ജിൻസൺ ജോർജിന്റെ തിരിച്ചറിവുകൾ എന്നീ പുസ്തകങ്ങൾ KK ശൈലജ പ്രകാശനം ചെയ്തു. വായനാ മത്സരങ്ങളിലെ വിജയികൾക്ക് നഗരസഭാ അധ്യക്ഷ രോഷ്നി ഖാലിദ് സമ്മാനം നൽകി. കവിയൂർ രാജഗോപാലൻ, PK ബൈജു, KC ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ പ്രസ് ക്ലബ്ബ്, ഫിലിം സൊസൈറ്റിയും DTPCയും ജില്ലാ ലൈബ്രറി കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന 5ാമത് കണ്ണൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം മെയ് 3 മുതൽ ടൗൺ ഹാളിലും പ്രസ് ക്ലബ്ബ് ഹാളിലുമായി നടക്കും. ചലച്ചിത്രമേള സംവിധായകൻ പ്രിയനന്ദൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവിധ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ അംഗീകാരം നേടിയ ദ ഹണ്ട്, ദ പാസ്റ്റ്, 12 ഇയേഴ്സ് ഓഫ് സ്ലേവ്, വാജിദ, ജിൻ എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സംവിധായകൻ പ്രിയനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ഫിലിം ക്ലബ്ബുകളുടെ ഒരു പുനരുജ്ജീവനമാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലയിൽ തന്നെ 10-100ഓളം ഫിലിം ക്ലബ്ബുകൾ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. അത് ഇടക്കാലത്ത് നിർജ്ജീവമായതിൻ്റെ നമ്മുടെ ഈ ചലച്ചിത്രമേളയൊക്കെ നടത്തുകൊണ്ട് ഇതിന്റെ ഫിലിം സൊസൈറ്റികൾ കുറച്ച് സജീവമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് 4:30 വരെ പ്രസ് ക്ലബ്ബ് ഹാളിൽ ഷോർട്ട് ഫിലിം, ഡോക്യുമെന്ററി പ്രദർശനം നടക്കും. ചലച്ചിത്ര പ്രവർത്തകരായ മധു മാസ്റ്റർ, ബൽറാം മട്ടന്നൂർ, AT മോഹൻരാജ് തുടങ്ങിയവർ പങ്കെടുക്കും. നാളെ അക്ഷയ തൃതീയ. ജ്വല്ലറികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കണ്ണൂർ ഭീമ ജ്വല്ലറിയിൽ മഹാലക്ഷ്മി പൂജ നടത്തി. അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങിയാൽ ഐശ്വര്യം വർദ്ധിക്കും എന്ന വിശ്വാസത്താൽ നാളെ ജ്വല്ലറികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുക. അക്ഷയ തൃതീയ ദിനത്തോടനുബന്ധിച്ചാണ് ഭീമ കണ്ണൂർ ഓഫീസിൽ മഹാലക്ഷ്മി പൂജ നടത്തിയത്. നാളെ രാവിലെ 11:23 മുതൽ ആരംഭിക്കുന്ന അക്ഷയ തൃതീയ മറ്റന്നാൾ 12:03 അവസാനിക്കുക. ഈ സമയങ്ങളിൽ ഏതൊരു പൊരുൾ വാങ്ങി വീട്ടിൽ വെച്ചാലും ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ളതും പ്രിയപ്പെട്ടതും എന്ന നിലയിൽ സ്വർണമാണ് അക്ഷയ തൃതീയ ദിവസം ആളുകൾ വാങ്ങിക്കൊണ്ടുപോവുക. ഇത് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് ഭീമ ചെയ്തിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് പൂജിച്ച് ആഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ എന്നിവയാണ് ഭീമ നൽകുക. ഭീമ പാർട്ണർ ഋഷികേശൻ, ജീവനക്കാർ, ഉപഭോക്താക്കൾ എന്നിവർ മഹാലക്ഷ്മി പൂജയിൽ പങ്കാളികളായി. 1 കോടി മംഗല്യങ്ങൾക്ക് പട്ടിയാർത്തിയ കല്യാൺ സിൽക്സിൽ സമ്മാന പെരുമഴ. കണ്ണൂർ ഷോറൂമിൽ നടന്ന സമ്മാനോത്സവത്തിൽ EP ജയരാജൻ MLA, നഗരസഭാ അധ്യക്ഷ രോഷ്നി ഖാലിദ്, IG സുരേഷ് രാജ് പുരോഹിത് തുടങ്ങിയവർ ചേർന്ന് നറുക്കെടുത്തു. 7 ബൈക്കുകൾ, 7 TV, 7 ഫ്രിഡ്ജുകൾ എന്നിവ സമ്മാനമായി നൽകി. 933 പേർക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം ലഭിച്ചു.
തലശ്ശേരി കൂരാറ ചമ്പാട് സ്വദേശിനി ഷൈനി ഫിറോസ് ഒന്നാം സമ്മാനം നേടി. നഗരസഭാംഗം അഡ്വക്കേറ്റ് ഇന്ദിര, കല്യാൺ സാരീസ് MD പട്ടാഭിരാമൻ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. വിജയം വിജ്ഞാനത്തിലൂടെ എന്ന പ്രമേയത്തിൽ മയ്യിൽ ഹായത്തുൽ ഇസ്ലാം ദർസ് വാർഷിക സമ്മേളനം മെയ് 7-ന് ആരംഭിക്കും. ഇരിക്കൂർ നിലാമുറ്റത്ത് കെ കമാൽ ഹാജി പതാക ഉയർത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി മെയ് 4-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും. സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളിലൂടെ അത്യുന്നതനായ സൃഷ്ടാവിലേക്ക് എന്ന പ്രമേയത്തിൽ മെയ് 3 മുതൽ 7 വരെ MSM മെഡിക്കൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു. ചേംബർ ഹാളിൽ നഗരസഭാ അധ്യക്ഷ രോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്യും. കെ സുധാകരൻ MP, KM ഷാജി MLA തുടങ്ങിയവർ പങ്കെടുക്കും. SKSSF സഹചാരി മെഡിസിറ്റി ഉദ്ഘാടനം ഞായറാഴ്ച പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ P. ബാലകിരൺ മുഖ്യാതിഥിയാവും. മികച്ച ചികിത്സാ സൗകര്യം പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സ്വർണം വെള്ളി നിരക്ക്. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ, കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം പവന് 80 രൂപ കുറഞ്ഞു. ഗ്രാമിന് 2825 രൂപ, പവന് 22,600 രൂപ. വെള്ളി ഗ്രാമിന് 47 രൂപ, 10 ഗ്രാമിന് 470 രൂപ. അറിയിപ്പുകൾ. DPDO മുഖാന്തരം പെൻഷൻ വാങ്ങാൻ താൽപര്യമുള്ള ജില്ലയിൽ താമസിക്കുന്ന വിമുക്ത ഭടന്മാരും ആശ്രിതരും പേരുവിവരങ്ങൾ മെയ് 5-ന് മുൻപ് നൽകണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും യോഗം മെയ് 10-ന് കോളേജ് ഓഫ് കൊമേഴ്സിൽ നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 82 81 31 24 06. കന്നഡ മൈലപ്രത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രം ഉത്സവം മെയ് 5 മുതൽ 7 വരെ ആഘോഷിക്കും. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ തലശ്ശേരി താലൂക്കിൽ അപേക്ഷ സമർപ്പിക്കുകയും തളിപ്പറമ്പ് താലൂക്കിൽ ഭൂമി അനുവദിക്കുകയും ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾ പട്ടയം കൈപ്പറ്റണം. കെൽട്രോൺ കേന്ദ്രീയ വിദ്യാലയത്തിൽ 1ാം തരത്തിലേക്ക് ST വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട്. താൽപര്യമുള്ള 5-നും 7-നും വയസ്സിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ഓഫീസുമായി ബന്ധപ്പെടണം. +2 കഴിഞ്ഞ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ മാർഗനിർദ്ദേശം നൽകും. 50 പേർക്കാണ് അവസരം. ബന്ധപ്പെടേണ്ട നമ്പർ 85 47 63 0164. ആധാർ കാർഡിൽ വന്ന തെറ്റുകൾ കണ്ണൂർ ചെട്ടിപ്പീടികയിലുള്ള ആധാർ കേന്ദ്രത്തിൽ വെച്ച് മെയ് 1, 2, 3 തീയതികളിൽ തിരുത്താം. കൂടുതൽ വിവരങ്ങൾക്ക് അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടേണ്ട നമ്പർ 0497 27 66 978. വളപട്ടണം പഞ്ചായത്ത് ലൈബ്രറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല പഠനക്കൂട്ടം ഒരുക്കുന്നു. അഞ്ചരക്കണ്ടി കൃഷിഭവനിൽ നിന്ന് ഉമ്മ നെൽവിത്ത് വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ള കർഷകർ നികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ കോപ്പി സഹിതം കൃഷിഭവനിൽ എത്തിക്കണം. പൂഴാതി തെരു മഹാഗണപതി ക്ഷേത്രത്തിലെ സഹസ്ര കുംഭാഭിഷേകവും നിറമാല ഉത്സവവും ഏപ്രിൽ 30, മെയ് 1, 2 തീയതികളിൽ നടക്കും. അഴീക്കോട് മയിലാടുതടം കുളങ്ങരത്ത് ഭഗവതി ആരുടെ സ്ഥാനത്തെ പ്രതിഷ്ഠാദിന കളിയാട്ടം മെയ് 4, 5 തീയതികളിൽ നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. Galaxy made of ABS material. ചാലക്കുന്നിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് ലോറിയുടെ ഡീസൽ ടാങ്ക് തകർന്നു. ഡീസൽ റോഡിലൊഴുകി ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുന്നിലെ ഇറക്കവും വളവും വാഹനങ്ങൾക്ക് അപകടക്കണിയാവുന്നു. ഒരാഴ്ചക്കിടെ ഇവിടെയുണ്ടായത് 4 അപകടങ്ങൾ. സ്വകാര്യ സ്ഥാപനത്തിൽ ക്ലാസ് എടുത്ത 3 സർക്കാർ അധ്യാപകരെ വിജിലൻസ് പിടികൂടി. അധ്യാപകർ വലയിലായത് കൂത്തുപറമ്പ് സയൻസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്നതിനിടെ. വിജിലൻസ് റെയ്ഡ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന്. പഴയങ്ങാടി മാട്ടൂലിൽ SDPI ലീഗ് സംഘർഷം. ലീഗിന്റെ ഓഫീസ് തകർത്തു. 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF-ന് 12 മുതൽ 16 വരെ സീറ്റ് ലഭിക്കുമെന്ന് CMP അരവിന്ദാക്ഷൻ വിഭാഗം. കണ്ണൂരിൽ സുധാകരൻ പരാജയപ്പെടും. സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചടക്കുന്ന CP ജോണിന്റെ നിലപാട് ജനാധിപത്യ വിരുദ്ധമെന്നും KR അരവിന്ദാക്ഷൻ. ജില്ലയിലെ ബസ് തൊഴിലാളികൾ മെയ് 3 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സമരം, ബോണസും DA കുടിശ്ശികയും ആവശ്യപ്പെട്ട് അനുരഞ്ജന ചർച്ചകളിൽ പോലും പങ്കെടുക്കാത്ത ബസ് ഉടമകളുടെ നിലപാട് ധിക്കാരപരം. ഉടമകൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ അധിക്ഷേപിച്ചതായും സംയുക്ത സമരസമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.